ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് സഞ്ജു സാംസണെ കാണാനായിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോട്ട് പോവുകയാണ്. അതും പുള്ളിയുടെ ഒരു മാച്ച് കാണാനായിട്ടാണ്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ 7:30 മാച്ച് കാണാനായിട്ട് കൃത്യം 7 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ 7:15 7:20 ആറ്റിങ്ങിൽ എത്തിയിട്ടേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഈ തിരക്കേറിയ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നുഴഞ്ഞ് കയറി അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഒരു 4-5 ഇന്റർനാഷണൽ മാച്ചുകൾക്ക് വേദിയായ ഒരു സ്റ്റേഡിയം കൂടിയാണ്. അങ്ങനെ സ്റ്റേഡിയത്തിലെത്തിയ ഞങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ആക്ച്വലി ഞാനും ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് ഗായ്സ്. ആ ആത്മബന്ധം ഞാൻ വഴിയെ പറയാം. ഞങ്ങൾ വന്നത് വളരെ നേരത്തെ ആയതുകൊണ്ടും മാച്ചിൻ്റെ 4 ഓവർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാച്ച് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KCA തന്നെ 2ആയിട്ട് തരംതിരിച്ചിട്ട് പ്രസിഡന്റ് 11ഉം സെക്രട്ടറി 11ഉം അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സെക്രട്ടറി 11-നകത്താണ് നമ്മുടെ സഞ്ജു സാംസൺ. പുള്ളിയെ കാണാനാണല്ലോ നമ്മൾ വന്നത് മെയിനായിട്ട്. ആ മിഡ് ഓഫിൽ നിൽക്കുന്ന 11-ാം നമ്പർ ജേഴ്സിക്കാരനാണ് നമ്മുടെ സഞ്ജു സാംസൺ. അങ്ങനെ ഞങ്ങൾ വന്ന് സീറ്റൊക്കെ പിടിച്ചിരുന്നിട്ടുള്ള ഫസ്റ്റ് ബോളാണ് ഗായ്സ്. വാട്ട് എ ട്രെമൻഡസ് ഷോട്ട് ദാറ്റ് വാസ്. വന്നിരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾക്കൊരു 6 കാണാൻ പറ്റി. പുറകെ ഓടി വരുന്നതാണ് നമ്മുടെ സഞ്ജു സാംസൺ. കണ്ണനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് സ്റ്റേഡിയത്തിലോട്ട് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്തുകൊണ്ട്. ആൻഡ് കെയിം ബാക്ക് ടു ഗെയിം. പ്രസിഡന്റ് 11 184 എന്ന് പറഞ്ഞൊരു വലിയ ടോട്ടലിൽ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി സെക്രട്ടറി 11ൻ്റെ ടാർഗറ്റ് 185 ആണ്. അങ്ങനെ 185 എന്ന് പറയുന്ന ഈ ടാർഗറ്റ് ചേസ് ചെയ്യാനായിട്ട് സെക്രട്ടറി 11 ബാറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അവർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ ഫീൽഡിൻ്റെ വെളിയിൽ പ്രാക്ടീസ് സെഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാറ്റ്സ്മാൻമാരാണെങ്കിൽ വാമപ്പ് എന്നുള്ള രീതിയിൽ ഓരോ ഷോട്ട്സ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ആ ബാറ്റും ഒന്ന് സ്ട്രോക്ക് ആയി കഴിഞ്ഞാൽ മിഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. And here comes the first ball of the second innings. Wow, that was a beautiful boundary on the offside. And finally നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിയിരിക്കുകയാണ് ഗായ്സ്. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ആളുടെ ആ ഒരു നടത്തം കാണുമ്പോൾ തന്നെ തലവരുടെ ഒരു ബീജിയമാണ് മനസ്സിലോട്ട് വരുന്നത്. ഞാനും ഈ ഗ്രൗണ്ടുമായിട്ടുള്ള ആത്മബന്ധം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 നാഷണൽ ഗെയിംസ് ഇനാഗുറേഷൻ്റെ അന്ന് സച്ചിനായിരുന്നു ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. പുള്ളിയുടെ ഒരു ഡൈ ഹാർഡ് ഫാനായ ഞാൻ പുള്ളിയെ കാണാനായിട്ട് വീട്ടിൽ പറയേണ്ടി വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ കയറിയപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് മടലിന് നല്ലപോലെ കിട്ടി. അപ്പം ബാക്ക് ടു ഗെയിം. സഞ്ജുവിൻ്റെ ഫസ്റ്റ് ബോൾ തന്നെ പുള്ളി ഒരു സിംഗിൾ ഇട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കിടിലൻ ആൻഡ് തകർപ്പൻ ഗെയിമിൻ്റെ അവസാനം സെക്രട്ടറി 11 വിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് സഞ്ജുവിൻ്റെ ഒരു കിടിലൻ 50 നേരിട്ട് കാണാൻ പറ്റിയ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അറ്റ് ലാസ്റ്റ് നല്ലൊരു മാച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിലും സഞ്ജു സാംസണെ നേരിട്ട് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലും ഞങ്ങൾ ഈ വ്ളോഗ് വൈൻഡ് ചെയ്യാണ്.